ആരാകും പുതിയ KPCC പ്രസിഡന്റ്? കണ്ണൂരിൽ ഉജ്ജ്വല വിജയം നേടി കെ സുധാകരൻ MP ആയി പാർലമെന്റിലേക്ക് പോകുന്നതിനാൽ KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പുതിയൊരു നേതാവിനെ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഉടനെ നിയമിച്ചേക്കും. നിലവിലെ താരിപ്പനുസരിച്ച് മാറി മാറി കസരകളി നടത്തുന്ന മുതുക്കുകളെ KPCC അധ്യക്ഷ പദവിയിൽ വീണ്ടും കൊണ്ട് അവരോധിക്കുവാൻ സാധ്യതയില്ല. KPCC കസേര കണ്ട് മനക്കോട്ട കെട്ടി കടൽക്കിഴവന്മാരിൽ പലരും ഡൈ 2 കോട്ടടിച്ച് ചുളിഞ്ഞ സ്കിൻ വലിച്ചു കെട്ടുവാനുള്ള ട്രീറ്റ്മെൻറ്റും എടുത്ത് ഹൈക്കമാൻഡിനെ പോയി വലം വെക്കുന്നുണ്ടെന്നാണ് കരക്കമ്പി. ചില ചോക്ലേറ്റ് കുട്ടന്മാർ PR-മായും രംഗത്തിറങ്ങിയിട്ടുണ്ട്. രാഹുലിൻ്റെ മുത്താണ്, ദേശീയ സ്വത്താണ് എന്നൊക്കെ പറഞ്ഞ്. നിലവിലെ സാഹചര്യം അനുസരിച്ച് രാഹുൽ പരീക്ഷിക്കുവാൻ പോകുന്നത് യുവനേതാക്കളെ ആയിരിക്കും. കാരണം യുവനേതാക്കളെ പാർട്ടിയുടെ ചുമതല ഏൽപ്പിച്ച സംസ്ഥാനങ്ങളിലെല്ലാം അടുത്ത കാലത്തായി കോൺഗ്രസിന് മികച്ച നേട്ടം കൈവരിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് തെലങ്കാനയിൽ രേവന്ത് റെഡ്ഡിയെ നിയമിച്ചതിലൂടെ യുവാക്കൾക്കിടയിൽ നല്ല സ്വാധീനമുണ്ടാക്കുവാൻ കഴിയുകയും അതുവഴി അധികാരത്തിലെത്തുവാനും സാധിച്ചു എന്ന വസ്തുത കണക്കിലെടുത്താണ് രാഹുൽ ഗാന്ധി ഇത്തരമൊരു മാറ്റത്തിന് ഒരുങ്ങുന്നത് എന്നാണ് സൂചന. ഉത്തർപ്രദേശ്, തെലങ്കാന, മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാരെല്ലാം 55 വയസ്സിൽ താഴെയുള്ളവരാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലും പരമാവധി 55 വയസ്സിൽ താഴെയുള്ള ഊർജ്ജസ്വലനായ ഒരു ചെറുപ്പക്കാരനെ കൊണ്ടുവരുവാനാണ് സാധ്യത. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് എന്ന നിലയിൽ രാഹുൽ മാങ്കൂട്ടം മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട്. വളരെ അഗ്രസീവുമാണ്. എന്നാൽ KPCC അധ്യക്ഷന് ആ വിഗർ ഇല്ലാത്തതിനാൽ ഒരു സൈഡിൽ കുതിരയും മറു സൈഡിൽ പോത്തിനെയും കെട്ടിയ വണ്ടി പോലെയാണ് KPCC പോകുന്നത്. ചെറുപ്പക്കാരനായ ഒരു നേതാവ് KPCCയുടെ തലപ്പത്ത് വന്നാൽ തീപാറും. അതുപോലെ പാർട്ടിയിലെ കഴിവുള്ള യുവനേതാക്കളെയാവണം അടുത്ത തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിന് നിർത്തേണ്ടുന്നത്. 55 വയസ്സിന് മുകളിലുള്ള ഒരാൾക്ക് പോലും മത്സരിക്കുവാൻ സീറ്റ് കൊടുക്കരുത്. യുവനേതാക്കൾക്ക് നൽകുവാൻ സാധ്യതയുള്ള മണ്ഡലങ്ങൾ ഇപ്പോഴേ ധാരണയാക്കി കൊടുത്താൽ അവർക്ക് അവിടങ്ങളിൽ ശ്രദ്ധ ചെലുത്തി പ്രവർത്തിക്കാനാകും, മികച്ച വിജയം കൈവരിക്കാനാവും. മണ്ഡലങ്ങളിലെ സ്ഥിരം കുറ്റങ്ങളായ പഴയ താപ്പാനങ്ങൾക്ക് തങ്ങൾ ആ മണ്ഡലത്തിൽ നിന്നില്ലെങ്കിൽ പ്രളയമുണ്ടാകും എന്നൊരു ധാരണയുണ്ട്. അത് മാറണമെങ്കിൽ അവിടങ്ങളിൽ നിർത്തിയാൽ ജയിക്കാൻ സാധ്യതയുള്ളവരുടെ ഒരു 2ാം നിര ഉണ്ടാവണം. അവരെ നേരത്തെ ആ മണ്ഡലങ്ങളിൽ ഇറക്കണം. ഇനിയും നാറിയ ഗ്രൂപ്പുകളെയും മൈക്ക് പറയും തൊഴുത്തിൽ കുത്തുമായി പോയാൽ ഇതുപോലൊരു അനുകൂല സാഹചര്യം കോൺഗ്രസിന് ഉണ്ടാവില്ല എന്നോർക്കണം. ഇത് കളഞ്ഞു കുളിച്ചാൽ നിവൃത്തിയില്ലാതെ കേരളത്തിലെ ജനങ്ങൾ കാരണഭൂതത്തിനെയോ ലവന്റെ മരുമകനെയോ വീണ്ടും ചുമക്കേണ്ടി വരും. നാട്ടുകാർക്ക് ആ ഗതികേട് കോൺഗ്രസ്സുകാരായിട്ടുണ്ടാക്കരുത്. അച്ചടക്കത്തോടെ ചിട്ടയായി ഫീൽഡിലിറങ്ങി പ്രവർത്തിച്ചാൽ വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിന് മികച്ച വിജയം കൈവരിക്കാനാവും, ഭരണം പിടിച്ചെടുക്കാനാവും. നിലവിലെ സാഹചര്യത്തിൽ KPCCയെ നയിക്കുവാൻ പ്രാപ്തൻ മാത്യു കുഴൽനാടൻ ആണ്. പക്വതയുണ്ട്, കാര്യപ്രാപ്തിയുണ്ട്, നല്ലൊരു ലീഡറുമാണ്. പൊതുജനങ്ങളുടെ ഇടയിൽ നല്ലൊരു സ്വീകാര്യതയുമുണ്ട്. എല്ലാ വിഭാഗം ആളുകൾക്കും അദ്ദേഹം പ്രിയങ്കരനാണ്. അതുപോലെ കോൺഗ്രസിൻ്റെ മികച്ച ഭാവിക്ക് വേണ്ടി രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്നും റായ്ബറേലിയിലേക്ക് തട്ടകം മാറ്റിയതുപോലെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശശി തരൂരിനെ തിരുവനന്തപുരം മണ്ഡലത്തിൽ മത്സരിപ്പിക്കുക. തരൂരിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി മുന്നിൽ നിർത്തി കോൺഗ്രസ് തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുക. ചതഞ്ഞ ചതീശനെയൊന്നും ജനങ്ങൾ അംഗീകരിക്കില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഇത്തവണ കേരളത്തിൽ 18 സീറ്റുകൾ നേടിയത് ചതീശൻ്റെ ഒന്നും മികവ് കൊണ്ടല്ല, പിണറായിയുടെ മിടുക്കുകൊണ്ട് മാത്രമാണ്. പിണറായിയും കുടുംബവുമാണ് കോൺഗ്രസിന് വേണ്ടിയുള്ള വോട്ടുകൾ നേടിക്കൊടുത്തത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും പിണറായി ജയിപ്പിച്ചുകൊള്ളും എന്ന് പറഞ്ഞ് ഇരിക്കരുത്. തരൂരിനെയും മാത്യു കുഴൽനാടനെയും മുന്നിൽ നിർത്തി യുവനേതാക്കളായ രാഹുൽ മാങ്കൂട്ടത്തിൽ, VT ബൽറാം, ചാണ്ടി ഉമ്മൻ, റോജി M. ജോൺ, PC വിഷ്ണുനാഥ്, BRM ഷഫീർ തുടങ്ങിയ നേതാക്കൾക്കെല്ലാം അവസരം നൽകണം. ഉപതെരഞ്ഞെടുപ്പുകൾ കഴിയുവാൻ കാത്തിരിക്കാതെ ഇത്തരമൊരു മാറ്റം കോൺഗ്രസിൽ ഉണ്ടായാൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാട്ടും പാടി ജയിക്കാം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.